ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫൈലം കോർഡാറ്റയിൽ നമ്മുടെ നോട്ടോകോഡും വെർട്ടിബ്രൽ കോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, നമ്മുടെ നോട്ടോകോഡിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് പിന്നീട് നമ്മുടെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് അത് പിന്നീട് നമുക്ക് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലേക്ക് മാറാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈലം കോർഡാറ്റ ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി നോട്ടോകോഡ്, യൂറോകോർഡാറ്റ, സെഫേലോകോർഡാറ്റ, വെർട്ടിബ്രാറ്റ. ഇങ്ങനെ 3 സബ് ഫൈലങ്ങളാണ് നമ്മുടെ കോർഡാറ്റയ്ക്ക് ഉള്ളത്. അതിൽ വേർട്ടിബ്രേറ്റയെ നമ്മൾ വീണ്ടും അഗെയിൻ സബ് ഫൈലങ്ങളാക്കി മാറ്റുകയാണ് വേർട്ടിബ്രേറ്റയെ. ഓക്കെ, ഇതിലെ കോർഡാറ്റയിലെ യൂറോകോർഡാറ്റ, സെഫേലോകോർഡാറ്റ ആൻഡ് വെർട്ടിബ്രാറ്റ, ഇതിലെ വേർട്ടിബ്രേറ്റയെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ വേർട്ടിബ്രേറ്റയിൽ പെടുന്ന സൂപ്പർ ക്ലാസ്സസ്, അതായത് ക്ലാസ്സിൻ്റെയും ഫൈലത്തിൻ്റെയും, വേർട്ടിബ്രേറ്റയിൽ നമുക്ക് എന്തുണ്ടാവും, ഫൈലം, ക്ലാസ്, ഓർഡറൊക്കെ ഉണ്ടാവും. അതിൽ ഫൈലത്തിൻ്റെയും ക്ലാസ്സിൻ്റെയും ഇടയിൽ വരുന്നതാണ് സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വേർട്ടിബ്രേറ്റയെ നമ്മൾ വീണ്ടും സൂപ്പർ ക്ലാസ് എന്ന് പറയുന്ന തലത്തിലേക്ക് നോക്കാൻ പോവാണ്. അപ്പോൾ സൂപ്പർ ക്ലാസ്സസ് പീസസ് എന്നും പറയാം, പൈസസ് എന്നും പറയാം. സൂപ്പർ ക്ലാസ്സസ് പീസസും ഉണ്ട്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡി ഉണ്ട്. അപ്പോൾ സൂപ്പർ ക്ലാസ് പീസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചതായിരുന്നു പിസിക്കൾച്ചർ എന്ന് അല്ലേ. കഴിഞ്ഞ വർഷങ്ങളിൽ പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പിസിക്കൾച്ചർ അല്ലേ. അപ്പോൾ സൂപ്പർ ക്ലാസ് പീസസ് എന്ന് പറഞ്ഞാൽ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഉള്ള 2 ക്ലാസ് ഏതൊക്കെയാണ്? സൂപ്പർ ക്ലാസ് പീസസിലെ ക്ലാസ്സിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ കോൺട്രിക്റ്റിക്സും അതേപോലെ ഓസ്റ്റിറ്റിക്സും ആണ്. കോൺട്രിക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജോട് കൂടിയിട്ടുള്ള ഫിഷസ്, അതായത് കാർട്ടിലേജേനിയസ് ഫിഷസിനെയാണ് നമ്മൾ കോൺട്രിക്റ്റിക്സ് എന്ന് പറയാം. അതായത് അവർക്ക് ശൽക്കങ്ങൾ പ്രസൻ്റ് ആയിരിക്കും അവരുടെ ബോഡിയിൽ. അതേപോലെ തന്നെ 2 ഹാർട്ടിൻ്റെ 2 ചേമ്പേഴ്സ് ഉണ്ടാവും, 2 അറകളുണ്ടാവും. അതേപോലെ അക്വാട്ടിക് ആനിമൽസ് ആയിരിക്കും. പിന്നെ ഷാർക്ക്, അതേപോലെ നമ്മുടെ സ്ട്രിംഗ് റേ, സ്രാവ്, ഇതൊക്കെയാണ് നമ്മുടെ കോൺട്രിക്റ്റിക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മൂക്കൊക്കെ നമുക്കറിയാം, നമ്മുടെ ചെവിയൊക്കെ നമുക്ക് ഫ്ലെക്സിബിളാണ്. അതേപോലെയാണ് അവരുടെ അവരുടെ ആ ഫിഷസിൻ്റെ നമ്മൾ പറയുന്ന ഫിഷസിൻ്റെ മുള്ളുകൾ പോലുള്ള ഭാഗങ്ങൾ വളരെ സോഫ്റ്റ്, അത്ര കട്ടിയില്ലാത്തതാണ്. ഓക്കെ, ഇനി ഓസ്റ്റിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മുള്ളുകളോട് കൂടിയിട്ടുള്ള ഫിഷസിനെയാണ് നമ്മൾ ഓസ്റ്റിറ്റിക്സ് എന്ന് പറയാം. അതായത് മീൻസ് ഓഫ് ലൊക്കോമോഷൻ ഫിൻ ആൻഡ് ടെയിൽ, അതായത് അവർ വാലുകളും ചിറകും വെച്ചിട്ടാണ് അവർ ലൊക്കോമോഷൻ നടത്തുക. അതേപോലെ തന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസാണ്, ചെകിളകളാണ്. അതേപോലെ തന്നെ മാക്രൽ, അതേപോലെ തന്നെ അയല, മത്തി, അതേപോലെ കരിമീൻ, രോഹു, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ക്ലാസ് പിസസും ഉണ്ട്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡി ഉണ്ട്. പിസസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ടെട്രാപോഡിയിൽ വരുന്നതാണ്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡിയിൽ വരുന്നത് 4 ആൾക്കാരാണ്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്നത് 4 ആൾക്കാരാണ്. ഓക്കെ, 4 ആൾക്കാരാണ്. അത് ഫസ്റ്റ് വണ്ണാണ് ആംഫീബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉഭയജീവികളാണ്, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ് ആംഫീബിയൻസ് അല്ലേ. അപ്പോൾ ആംഫീബിയൻസിന് എക്സാമ്പിൾ നമുക്ക് അറിയാം, തവള ആംഫീബിയൻസിന് എക്സാമ്പിളാണെന്ന് പറയാം. ഓക്കെ, ഫ്രോഗ്, അതുപോലെ ട്രീ ഫ്രോഗ്, സാലമണ്ടർ, ഇതൊക്കെ ആംഫീബിയക്ക് എക്സാമ്പിളാണ്. നമുക്കറിയാം അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ലാൻഡിലും വാട്ടറിലും അവർക്ക് പറ്റും. അതേപോലെ തന്നെ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് സ്ലൈമിയാണ്, അതേപോലെ മോയ്സ്ചർ സ്കിന്നാണ്, മുട്ട ഇടുന്നവരാണ്. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് തന്നെയാണ്. അവരുടെ ഹാർട്ടിൻ്റെ ചേമ്പർ എന്ന് പറയുന്നത് 3 ഓക്കെ, ഹാർട്ടിൻ്റെ അറകൾ 3. ഇനിയുള്ളതാണ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരക വർഗ്ഗങ്ങൾ, അഥവാ ഇങ്ങനെ ഇഴജന്തുക്കളെയാണ് നമ്മൾ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ റെപ്റ്റീലിയ എന്ന് വിളിക്കുക. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാണ്, അവരുടെ ശൽക്കങ്ങൾ പ്രസൻ്റാണ് അവരുടെ ബോഡിയിൽ. അതേപോലെ തന്നെ അവരുടെ നെയിൽസിലെ ഡിജിറ്റ്സ് അല്ലെ നഖങ്ങൾ പ്രസൻ്റാണ്. സ്നേക്കിന് അവിടെ നിന്ന് സ്നേക്കിനില്ല കേട്ടോ ബാക്കി.
ഓക്കെ, റെപ്റ്റീലിയാസിൻ്റെ കാര്യമാണ് പറയുന്നത്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് തന്നെയാണ്. അവരുടെ ആ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ഓക്കെ. അതേപോലെ ക്രൊക്കഡൈലും അതേപോലെ എന്താണ് ചീങ്കണ്ണിയൊക്കെ 4 ഉണ്ടാവും. 4 ഹാർട്ടിൻ്റെ ചേമ്പേഴ്സാണ് ഉണ്ടാവും. അതേപോലെ അതിന് എക്സാമ്പിളാണ് സ്നേക്സ്, എലിഗേറ്റർ, ഗാർഡൻ ലിസാർഡൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ഓക്കെ, ഇനി അതിൽ പെടുന്നത് തന്നെയാണ് ടെട്രാപ്പോഡയിൽ പെടുന്ന 3ാമത്തെ ആളാണ് ഏവ്സ് അഥവാ ബേഡ്സ്, പക്ഷികൾ എന്ന് പറയുന്ന വർഗ്ഗം. അതും അവരുടെ ഫെതേഴ്സ്, തൂവൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. ചിറകുകൾ ഉണ്ടാവും. അതേപോലെ അവരുടെ ക്ലോസിന് ഡിജിറ്റ്സ് കാണാൻ പറ്റും. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് തന്നെയാണ്. അവരുടെ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് എന്ന് പറയുന്നത് 4 4 ഹാർട്ടിന് അറകളാണ് ഉണ്ടാവുക. അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേഡ്സിന് നമുക്ക് പീജിയൺ, കിവി, പെൻക്വിൻ ആര് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. പിന്നെയുള്ള ലാസ്റ്റ് വർഗ്ഗമാണ് മമേലിയ എന്ന് പറയുന്നത്. മമേലിയ മാമൽസ് എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഫർ ഉണ്ടാവും. അതേപോലെ ഫിംഗേഴ്സ് ആൻഡ് ടോയ്സും ലാക്ടേറ്റും. റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ്, അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സാണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഹാർട്ട് ചാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അറകൾ എന്ന് പറയുന്നത് 4. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് അല്ലേ. അതിൽ നമ്മുടെ ആനിമൽസും അതേപോലെ ഹ്യൂമൻ ബീങ്സൊക്കെ പെടുന്ന വർഗ്ഗമാണ് മാമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാലൂട്ടുന്ന വർഗ്ഗങ്ങളാണെന്ന് അർത്ഥം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.